സ്വരവസന്തമായി മനസ്സിലേക്ക് പെയ്തിറങ്ങിയ കുഞ്ഞുമക്കൾ പാട്ടും ചിരിയും ഒക്കെ കൊണ്ട് പ്രേക്ഷക മനം നിറയ്ക്കുന്ന ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. പാട്ടഴകു പകർന്ന തൃശ്ശൂരിന്റെ പ്രിയപ്പെട്ട ഗായിക നമ്മുടെ സനിക കുട്ടി എത്തുന്നു. വെൽക്കം സനിക ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ സനിക, ഇന്ന് നമ്മുടെ ഒരു കുടുംബാംഗം എത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? സംഗീത കുടുംബത്തിലെ ഒരു പ്രധാന അംഗം. സനിക ഏത് പാട്ടാ പാടുന്നത്? ഞാനിന്ന് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ റൗണ്ടില് കാറ്റേന്നി വീശരുത് ഇപ്പോൾ എന്ന ദിവസം. ഗൗരി മനോഹരി രാഗത്തിൽ ഏകദേശം കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഇത് തിരുനെല്ലൂർ കരുണാകരനാണ് ഇതിൻ്റെ രചന. നല്ല പാട്ടാണ്, നല്ല ഒരു രസമുള്ള പാട്ടാണ്. പിന്നെ വിശേഷം? സുഖമായി പോകുന്നു. ഡ്രസ് കലക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഓരോ ടെക്സ്റ്റൈൽ ബിസിനസ്സും ബാക്കിയുള്ള എല്ലാം കൂടെ അവിടെ കൊടുത്തിരിക്കുകയാണ്. പാട്ടിന്റെ കാര്യങ്ങളും ടെക്സ്റ്റൈൽ. മോള് ഈ സീസണിൽ ചേരാൻ മെയിൻ കാരണം എന്താ? പ്രൈസ് കിട്ടാനാണോ ഇവിടെ വന്ന് പാട്ട് പഠിക്കാനാണോ? ഒരുപാട് ഇമ്പ്രൂവ് ആക്കാനും അതുപോലെ ഫൈനൽ വരെ എത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനും എന്തൊക്കെ പഠിച്ചു? എന്താ ഒരുപാട് എക്സസൈസുകളൊക്കെ പറഞ്ഞു, ഒരുപാട് ഇമ്പ്രൂവ് ആക്കാൻ പറ്റി സിംഗിങ്ങിന്. വെരി ഗുഡ്. അതുപോലെ ഗ്രൂമേഴ്സ് ആയാലും ഒരുപാട് ടിപ്സ് ഒക്കെ പറഞ്ഞു ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് നേടാൻ പറ്റി ഇവിടെ വന്നിട്ട്. എനിക്ക് തോന്നുന്നു എല്ലാ സിംഗേഴ്സിനും ഏറ്റവും ഫസ്റ്റ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം ബ്രീത്തിങ് ആണ്. അതെ, ശരിക്കും അത് എസ്പെഷ്യലി കുറച്ച് നമുക്ക് വയസ്സാകുമ്പോഴാണ് ബ്രെത്തിന്റെ ഇമ്പോർട്ടൻസ് എത്ര ഉണ്ടെന്ന് നമ്മൾ ആ ചെറിയ വയസ്സിലെ ഞാനൊക്കെ ഇപ്പൊ ശ്വേത എടുത്തതാ പറഞ്ഞേ. അത് നല്ലോണം ബ്രെത്ത് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിലാണ് വോയിസ് സ്റ്റഡി ആവാനും ആ വോയിസിന്റെയും ബ്രെത്തിന്റെയും കൂടെ ഒരു ബാലൻസ് ഉണ്ട്. അത് കറക്റ്റ് ആകുമ്പോഴേ നമ്മുടെ സിംഗിങ് കറക്റ്റ് ആവുള്ളൂ. അപ്പോ അതൊക്കെ നല്ലോണം പഠിക്കണം കേട്ടോ ഇവിടുന്ന്. ഓക്കെ മാം. മധു എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ വോയിസ് ബ്രീത്തിങ് എക്സർസൈസ്? ഇപ്പൊ ഞാനൊന്നും ചെയ്യാറില്ല. നേരത്തെ ചെയ്തതിന്റെ ഒക്കെ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ചിലർക്കൊക്കെ നാച്ചുറൽ ആയിട്ടുണ്ടല്ലേ കുറെ. അതെ, കുറെ ഇപ്പൊ ജാനകി അമ്മയൊക്കെ ആസ്മ പേഷ്യന്റ് ആണ്, ഭയങ്കര ആസ്മ പേഷ്യന്റ്. പക്ഷെ എത്ര ലൈനുകൾ ഇങ്ങനെ. ഇപ്പൊ ഒരു കാര്യം മാത്രം ചെയ്യാറുണ്ട്. ഇപ്പൊ പൂജാ റൂമിൽ കയറിയിട്ട് നാമം ചൊല്ലുമ്പോ രാമരാമ ജപിക്കില്ലേ? ഒരു ഒറ്റ ശ്വാസത്തിൽ എത്ര രാമ വരെ പോകുന്നുള്ളത് അങ്ങനെ ഞാൻ ജപിക്കാറുണ്ട്. ഒരു വടിക്ക് രണ്ട് പക്ഷി. അതെ അതെ, നാമം ജപിക്കുകയായി, നമുക്കൊരു എക്സസൈസുമായി. നമ്മുടെ ആരാണ് ആലീസ് ഇവിടെ വന്നിരുന്നല്ലോ, പഴയ പാട്ടുകാരി ആലീസ്. മറ്റേ ലളിതാ സഹസ്രനാമം മുഴുവൻ പറയും. അത് സ്പഷ്ടമായിട്ട് തുടക്കം തൊട്ട് അവസാനം ഏകദേശം ഒരു മണിക്കൂർ കാലത്ത്. അപ്പൊ ആലീസ് പറഞ്ഞ വേറൊന്നുമല്ല, അത് മാത്രം ചെയ്താൽ മതി. അതെ അതെ അതെ. കാരണം ബ്രെത്ത് ആയാലും വോയിസ് കൺട്രോൾ ആയാലും എന്തിനും അത് കാണാതെ പഠിച്ച് പാടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഇവിടെ പാടിയിട്ട് നമ്മൾ ഞെട്ടിപ്പോയി. അപ്പൊ എന്തായാലും ഇതുപോലെ പല കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കേൾക്കാനും അല്ലേ, പിന്നെ ഫൈനൽ വരെ എത്താനുമായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഗോഡ് ബ്ലെസ് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് സനിക. ഓൾ ദി ബെസ്റ്റ്.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സനിക എന്തോ കൊള്ളാം, താങ്ക് രസമുണ്ട്. കാരണം ഓർക്കസ്ട്ര ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഒരു സുഖമുണ്ട്. പിന്നെ ആ സുഖത്തിന് വീണ്ടും ഒരു പരമസുഖം തരുന്ന വരികളാണ്. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെൻ്റെ ജീവൻ്റെ ജീവനിരിപ്പ്. ഇതൊരു കൺസെപ്റ്റാണ് അദ്ദേഹം. തിരുനെല്ലൂർ കരുണാകരൻ സാർ ജീനിയസുകളാണ്. കാരണം ആ 4 വരി തന്നെ മൊത്തമായിട്ട് എന്താണ് അവർ ചെയ്യാൻ പോണ ആ പിക്ചറൈസ് ചെയ്യുന്ന അതിൻ്റെ കംപ്ലീറ്റ് മീനിങ് അതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞു. പിന്നെ ചേട്ടൻ അതിനനുസൃതമായിട്ടുള്ള ഒരു മ്യൂസിക് നന്നായിരുന്നു. മോക്ക് ശ്വാസത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. കാരണം ഈ ശ്വാസം കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ മോക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പാടാൻ പറ്റും. അപ്പോൾ ഈ കാറ്റേ നീ വീശരുതിപ്പോൾ ഇല്ല് കേൾക്കുന്നില്ല. വീശരുതിപ്പോൾ പോൾ പോൾ, ആ പോൾ വരണം. ഒന്ന് പാടിക്കേ. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എൻ്റെ ജീവന്റെ ജീവനിരിപ്പു. ഇങ്ങനെ പാടാത്ത എന്തായിരുന്നു? 2 ലൈനും ചേർത്താണ് പാടിയിരിക്കുന്നത് ചിത്ര. മോള് കട്ട് ചെയ്ത കാറ്റേ നീ വീശരുതിപ്പോൾ പോന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നു, വരുന്നില്ല. ഒരുപാട് സ്ഥലത്തുണ്ട്. അതായത് ക്ഷീണിച്ചൻ നാഥനണഞ്ഞാൽ ഞ എന്ന് പറഞ്ഞ് നിർത്തുന്നു, ഞങ്ങ വരട്ടെ എന്ന് പറയുന്ന പോലെ ഇഞ്ഞ വെച്ച് നിർത്തുന്നു. നീന്തുന്നൊരു നീർക്കിളി, അവിടെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അനുപല്ലവിയിൽ. പിന്നെ ചൂടും തരിമുത്തും വാരി, അവിടെയും കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. കുറച്ച് സംഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പെർഫെക്ഷനിൽ വന്നില്ല. പാട്ട് ഒരുവിധം പാടി, ലാസ്റ്റ് വന്നപ്പോൾ നന്നായിരുന്നു. പക്ഷേ ഏതാണ് ഈ പാട്ടിൻ്റെ ഇതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ലയം, അത് കുറച്ചുകൂടെ ശ്വാസം എങ്ങനെയെങ്കിലും ഈ ബ്രെത്ത് കൺട്രോൾ, നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഇപ്പോഴും പറയുന്നു, അതൊന്ന് എങ്ങനെയെങ്കിലും കുറച്ച് നേരം ശ്വാസം വലിച്ചു നിർത്തി മാക്സിമം എത്ര നേരം നിർത്താമെന്ന് നോക്കിയിട്ട് പതുക്കെ റിലീസ് ചെയ്യുക. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ടെക്നിക്സ് ഉണ്ടല്ലോ ഇപ്പോഴേ. അത് ചെയ്താൽ ഒന്നുകൂടെ മനോഹരമായിട്ട് പാടാൻ പറ്റും. ഓക്കെ സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇവിടെ ഏറ്റവും ഇവർ നന്നായി എന്ന് പറഞ്ഞ പാട്ട് ഏതാ? പുഴയോരത്തിൽ പൂന്തോണി. ഓക്കെ. പിന്നെ സുജാത മാം പാടിയ മണിക്കുയിലെ പാടിയിട്ടുണ്ട് ഞാൻ. ഓ വെരി ഗുഡ്. പിന്നെ വേറെ പിന്നെ ഏതൊക്കെയാ? കണ്ണൂരും ചിങ്കാരം. ആ ഓക്കെ. മോളുടെ സ്റ്റൈൽ ഓഫ് സിംഗിങ് അറിയാനാണ്. മോൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഏതൊക്കെയാണെന്ന് എനിക്ക് പിടിക്കിപ്പോൾ. എനിക്ക് മോളുടെ സിംഗിങ് വലിയ ഇഷ്ടമായിട്ടോ, നല്ല കഴിവുള്ള കുട്ടിയാണ്. എനിക്ക് ചെറിയൊരു സിംഗിങ്ങിലൊരു ചേഞ്ച് ചെയ്യാം ഫോർ ദ ബെറ്റർ എന്ന് തോന്നിയ ഒരു കാര്യം, കുറച്ച് നെയ്സൽ ടോൺ ഉണ്ട്. വേറെ വല്ലവരും പറഞ്ഞിട്ടുണ്ടോ അത്? ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആഹാ. ചേമന്തി പൂ, അവിടെയൊക്കെ ചേമന്തി ചേമന്തി തന്നെ വരണ്ടേ? അത് ഭയങ്കര നെയ്സൽ ടോൺ വരണം. അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ വളരെ ഇതായിട്ട് അറിയും. അപ്പോൾ സോ യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. ഓക്കെ അത് മസ്റ്റാണ്. ഇനി അപ്പോൾ ഈ പോർഷൻസ് കുറച്ചും കൂടെ ഓപ്പൺ ഔട്ടും ആവും. നമ്മൾ ഈ മൂക്കിൻ്റെ അവിടെ നിന്ന് ആ പ്രഷർ എടുത്ത് കളഞ്ഞാൽ ഈ മോളുടെ സിംഗിങ് എന്താ പറയുക, ക്ലാരിറ്റി സംഗതിയൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആവും. പക്ഷേ നല്ല പഠിച്ചേക്കണ വിധം കറക്റ്റാണ്, എക്സ്പ്രഷൻസ് ഒക്കെ കറക്റ്റാണ്. ഈ പാട്ട് ശ്രീകുട്ടൻ പറഞ്ഞ ബ്രത്ത്, പക്ഷെ അത് ഭയങ്കര കാറ്റേ നീ വീശുരുതിപ്പോൾ, രണ്ടും ഒരേ സ്ഥലത്തല്ലേ? അത് ചേർന്ന് വന്നാലേ എന്റെ ഭംഗിയുള്ളൂ. അപ്പൊ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എൻ്റെ ജീവന്റെ ജീവനിരിപ്പ്. അങ്ങനെ വന്നാലേ അതിന്റെ ഒരു ഫ്ലോ വരത്തുള്ളൂ. അപ്പൊ ഇനിയും ഫിനാലേക്ക് പോവാണ്. യു ഹാവ് ടു ഡു യുവർ ബെസ്റ്റ്. ഓക്കെ മാം. ബ്രീതിങ് എക്സസൈസ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെന്റ് വരുന്നുള്ളതിന് ഒരു സംശയമില്ല. അതും ഈ നേസൽ ടോൺ, മോളുടെ വോയിസ് ടോണിന് ഇമ്പ്രൂവ്മെന്റിന് ആവശ്യമാണ്. അപ്പോൾ വർക്ക് ചെയ്യട്ടെ മോളെ. ഓൾ ദ ബെസ്റ്റ്. നല്ല പാട്ടുകാരിയാണ്. താങ്ക് യു. സനിക ഹായ് സർ. നന്നായിരുന്നു. താങ്ക് യു. നന്നായിട്ട്, നല്ല സെലക്ഷൻ, ഉഗ്രനായിട്ട് പാടി, വളരെ നന്നായിട്ട് പാടി. താങ്ക് യു. ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, ബ്രത്ത് പ്രോബ്ലം, അത് ശരിക്കും നമുക്ക് തെളിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും നീന്തുന്നൊരു ചൂടും തരിമുത്തും അത് ഓൾറെഡി സൂചിപ്പിച്ചല്ലോ. അതാണ് ഞാനും നോട്ട് ചെയ്തിട്ടുള്ളത്. പ്രാക്ടീസ് ചെയ്യാറില്ലേ? ഉണ്ട് പ്രാക്ടീസ് ചെയ്യാറ്. എന്തൊക്കെയാ പ്രാക്ടീസ് ചെയ്യാറ്? പ്രാക്ടീസ് കർണാട്ടിക് സ്വരങ്ങള്, അതുപോലെ എക്സസൈസുകള്, ബ്രീത്തിങ് എക്സസൈസ് എന്താ ചെയ്യാ? ബ്രീത്തിങ് എക്സസൈസ് MG സാർ പറഞ്ഞ പോലെ ഓക്സിജൻ ഹോൾഡ് ചെയ്തിട്ട് കുറെ നേരം പിടിക്കും. ഓക്സിജൻ ഹോൾഡ് ചെയ്യാറുണ്ടല്ലേ? ഓക്കെ. അല്ല, ശ്വാസം ഹോൾഡ് ഓക്കെ. ശ്വാസം ഹോൾഡ് ചെയ്തിട്ട് കുറച്ചു നേരം വെച്ചിട്ട് പിന്നെ പതുക്കെ. ശരി ശരി ശരി. അത് കൂടാണ്ട് ഈ വരിശകൾ പാടുമ്പോ ജണ്ടവരിശൊക്കെ പാടില്ലേ?
ഫുൾ ബ്രത്ത് എടുക്കുക. എന്നിട്ട് സ സ രി രി ഗ ഗ മമ രി രി ഗ ഗ മമ പ പ ഗ ഗ മമ പ പ ദ ദ മമ പ പ ദ ദ നി നി പ പ ദ ദ നി നി സ സ സ സ നി നി ദ ദ പ പ നി നി ദ ദ പ പ മമ ദ ദ പ പ മമ ഗ ഗ പ പ മമ ഗ ഗ രി രി മമ ഗ ഗ രി രി സ സ സ സ രി രി ഗ ഗ മമ രി രി ഗ ഗ മമ പ പ ഗ ഗ മമ പ പ ദ ദ മമ പ പ ദ ദ നി നി പ പ ദ ദ നി നി സ സ സ സ നി നി ദ ദ പ പ നി നി ദ ദ പ പ മമ ദ ദ പ പ മമ ഗ ഗ പ പ മമ ഗ ഗ രി രി. അങ്ങനെ മാക്സിമം ഹോൾഡ് ചെയ്തിട്ട് മാക്സിമം ഉള്ളിലേക്ക് വലിക്കുക. ജന്മത്തിൽ പറ്റൂല കേട്ടോ. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ മോള് പതുക്കെ റിലീസ് ചെയ്യാ കേട്ടോ. അങ്ങനെ ഇപ്പൊ ഈ പാട്ടിന്റെ പല്ലവി തന്നെ ഒറ്റ ശ്വാസത്തിൽ പാടാൻ ശ്രമിക്കുക. പല്ലവി മൊത്തത്തിൽ ഒറ്റ ശ്വാസത്തിൽ പാടാൻ ശ്രമിച്ചു നോക്കിയേ. ചുമ്മാ ഇപ്പൊ അങ്ങനെ പാടണം എന്നല്ല പറയണേ, ചുമ്മാ ഒരു ഗെയിം പോലെ എടുക്കുക. ഞാൻ ഈ പല്ലവി ഒറ്റ ശ്വാസത്തിൽ പാടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ എടുത്തിട്ട് ഒരു സ്വന്തമായിട്ട് ചലഞ്ച് ചെയ്യുക. എന്നിട്ട് ട്രൈ ചെയ്യുക. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, അങ്ങനെ മാക്സിമം ട്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു 1.5 പല്ലവി ഞാൻ പാടിയില്ലേ അല്ലേ, അതുപോലെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചേച്ചി പറഞ്ഞു നേസൽ ടോൺ, അതൊന്നും ശരിയാക്കി എടുക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. മീനൂട്ടി പറഞ്ഞു കൊടുത്തില്ലല്ലോ എന്ത് ടിപ്പ്, ശ്വാസം. മീനൂട്ടി ചെയ്യുന്ന കാര്യം ഞാനേ വളരെ കഷ്ടപ്പെട്ട ശ്വാസം എടുക്കുന്ന. പറഞ്ഞു കൊടുക്കും മീനൂട്ടി. ഇല്ല, ഞാൻ അങ്ങനെ എന്താ പുറത്താർക്ക് സനിക്ക് ഞാൻ പറയാം കേട്ടോ മോളെ. മീനൂട്ടി എന്താ ചെയ്യുന്നറിയോ, അവിടെ പറമ്പുണ്ട്, കുളമുണ്ട്. ഈ കുളത്തി ചാടി അടി പോയിരിക്കും, എന്നിട്ട് അവിടെ കിടക്കും. അല്ല അവിടെ ശ്വാസം പിടിച്ചിരിക്കും കുളത്തിന്റെ അടിയിൽ. പിറ്റേ ദിവസം തന്നെ പൊങ്ങി വന്നോളൂ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. ഞങ്ങളുടെ കസിൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഗെയിം കളിക്കും. കല്ല് നല്ല ആഴമുള്ള കുളമായിരിക്കും. അതിൽ അപ്പൊ ഏതെങ്കിലും ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ കസിൻ കൊണ്ടുപോയി ഒരു വലിയ കല്ല് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കും താഴെ എവിടെയെങ്കിലും. എന്നിട്ട് നമ്മളത് മുങ്ങാങ്കുഴി ഇട്ട് താഴെ പോയി അത് ആ കല്ല് കണ്ടുപിടിക്കണവരെ വെള്ളത്തിനടിയിൽ നിൽക്കണം. പാടുന്നതുകൊണ്ടാ. അപ്പൊ ഇന്ന് തൊട്ട് എല്ലാരും ഒരു കാര്യം ചെയ്യാ, കുളത്തിൽ വെളി തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മളെ പറയും. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 98 out of 100. താങ്ക് യു. ആദ്യ ഒരു തിരുനെല്ലൂർ പൂക്കുറ്റി. അപ്പൊ സനിക കുട്ടി ഗെയിമൊക്കെ കളിക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പഠിത്തത്തിലൊക്കെ എങ്ങനെയാണെന്ന് മീനൂട്ടി? കുഴപ്പമില്ലായിരുന്നു ആന്റി. ആണല്ലേ, റാങ്ക് ഹോൾഡർ അല്ലേ? എല്ലാത്തിനും എ പ്ലസോടെ എ പ്ലസ്. അത് എം ജി ഞങ്ങളെ പക്ഷെ തീരെ ഇഷ്ടമല്ല. റാങ്ക് ഹോൾഡറാ, ബാങ്ക് അക്കൗണ്ട് ഹോൾഡറാ. എം ജി ഞങ്ങളെ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ? ടെൻത്തിൽ എന്താണ് അല്ല, 10th ഒരു ചെറിയ ചോദ്യം. 365 ദിവസത്തിന് എന്ത് പറയും? 365 ദിവസത്തിനോ? എ ഇയർ, ദിവസം. വർഷം. അങ്ങനല്ലേ പറയുന്നേ? കണക്കല്ല, 365 അല്ലേ? എന്ത് അതെ അല്ലേ? അതേന്ന്. അപ്പൊ 366 എന്ത് പറയും? എ ഇയർ പ്ലസ് 1 ഡേ. പിന്നെന്ത് പറയാനാ? സെക്കൻഡ് ഇയർ. കുസൃതിയാണത് ശരിക്കും? കുസൃതിയൊന്നും അല്ല, ശരിക്കും ഇത് പരീക്ഷയാ. എന്താ ഒരു ന്യൂ ഇയറോ? പിന്നെ ന്യൂ ഇയർ December 31. ഒന്നില്ലെങ്കിൽ ന്യൂ ഇയർ അല്ല, പ്ലസ് 1 ഡേ അല്ല. +1 അതൊക്കെ വേറെയാ. സെക്കൻഡ് ഇയർ അല്ല. ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. വേറെ അറിയാവുന്നവര് പറയണ്ട. ഒരു ക്ലൂതാ. അങ്ങനെ ക്ലൂ പറയാൻ പറ്റത്തില്ല. ക്ലൂ പറയാൻ പറ്റാത്ത ഒരു ആൻസറോ? അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടല്ലേ മീനുട്ടി? ഇത്രയും എ പ്ലസ് 366 ദിവസത്തിന് എന്ന് പറയും. ലീപ്പ് ഇയർ. ലീപ്പ് അത് എല്ലാ വർഷവും വരത്തില്ലല്ലോ. 366 ദിവസത്തിന് എന്ത് പറയുമെന്നാണ് ഞാൻ ചോദിച്ചത്. ലീപ്പ് ഇയർ. വീട്ടിൽ പോയിട്ട് പാലയിലേ പോയിട്ട് പറമ്പിൽ പോവാതെ അവിടെ പുസ്തകം വായിച്ച് മനസ്സിലാക്കണം. പിന്നെ അതില് ഫുൾ ലീപ്പ് ഇയറിനെ പറ്റിട്ടല്ലേ കൊടുക്കുക. ഇല്ല, പക്ഷെ ലീപ്പ് ഇയർ അത് എന്റെ ഭാഗത്ത് തെറ്റാ. ലീപ്പ് ഇയർ ഓക്കെ ആണോ? ആണ്. പക്ഷെ ഇവിടെ ഒരു ബുദ്ധിമാൻ ആരാ ആദ്യം തൊട്ട് പറഞ്ഞോണ്ടിരിക്കുക. ആരാ? ഫൈസല്. ഫൈസലിന് ഈ 365 ദിവസം തികയാത്തോണ്ടാണ് ഒരു ദിവസം ലീപ്പ് ഇയറിലെ ജീവിക്കണേ. അപ്പൊ അടുത്ത ആളെ വിളിക്കും. ഇനി ഓരോ ചോദ്യമായിട്ട് ഞാൻ ചോദിക്കാം, ഓരോ പാട്ട് കഴിയുമ്പോഴും. അതുപോലെ ഇത് നമ്മൾ ഈ പാട്ട് മാത്രമല്ല,
നമ്മൾ ജനറൽ നോളജ് അതുപോലത്തെ വിജ്ഞാനം പകരുന്ന ഒരു ഷോയാണ് ടോപ്പ് സിംഗർ. സീരിയസ്ലി. വെൽക്കം പാർത്ഥിവി ഓൺ സ്റ്റേജ്. റെയിൻബോ സംസാരിക്കുവോ? ഈ റെയിൻബോ ഞാൻ കുറഞ്ഞിയാണ്. കുറിഞ്ഞായിരുന്നോ? കുണിങ്ങിയാ ഒന്ന് തിരിഞ്ഞേടാ, ഒന്ന് കാണിച്ചു കൊടുക്കാനാ. ഇത് കൊണ്ട് എന്തൊക്കെ ഫിറ്റിങ്സ് ആണല്ലേ. ആഹാ, തിരിഞ്ഞു വന്നപ്പോ എനിക്ക് തോന്നുന്നത് കഥകളിയായിട്ടാ തോന്നണേ. ഇതുണ്ടോ? അത് കണ്ടോ? ഇത് അമ്മ ഉണ്ടാക്കിയതാ. അത് ശരി, ദാ, അത് കൊള്ളാലോ. നമ്മുടെ ഈ മണ്ണിലും dress അമ്മ തയ്ച്ചതാ. ഡ്രസ്സും ഡ്രസ് തയ്ച്ചതാ. ഇങ്ങനത്തെ ഞാൻ ഇതൊരു റെയിൻബോ ഡ്രസ്സ് കണ്ടിട്ടില്ല. അമ്മയ്ക്ക് ഇരിക്കട്ടെ ഒരു. അതെ, ഒരു കുതിരപ്പവൻ. അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? മീനക്കൊടിക്കാറ്റേ ആവണിപ്പൂങ്കാറ്റേ. മീനക്കൊടിയോ? ആ, അങ്ങനെയാണോ? ആ, മീനക്കൊടിക്കാറ്റേ. കോടി. 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 ആ, മീനക്കൊടി എന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചു. മീനക്കോടിക്കാറ്റ്. ആ, ആരൊക്കെയാണ് എന്റെ? MG സാറിന്റെ ചേട്ടനെ മ്യൂസിക് ചെയ്തേക്കുന്നത്. ഓക്കെ MG രാധാകൃഷ്ണൻ സാർ. ഓക്കെ ലിറിക്സ് കാവാലം നാരായണ പണിക്കർ സാർ. ഓക്കെ സിനിമ കണ്ണെഴുതി പൊട്ടും തൊട്ട്. ഓക്കെ. പാടിയത് ചിത്രാമ്മ. വർഷം? വർഷം ഞാൻ പഠിച്ചില്ല.
ആഹാ വെരി ഗുഡ് കുഞ്ഞിക്കുട്ടി. മക്കളെ എന്തോ ആരായി പാട്ട് സെലക്ട് ചെയ്തേ? അമ്മ അമ്മ. അതും അമ്മ തന്നെ. സർവമയം അമ്മ. മോളെ ഈ മീനക്കൊടി കാറ്റ് എന്നുള്ളതിന്റെ ഒരു ശരിക്കുള്ള ആ ടോട്ടൽ മൂഡ് വന്നത് മോള് ലാസ്റ്റ് വന്നപ്പോഴാണ് അതിന്റെ സുഖം വന്നത്. പിന്നെ ലാസ്റ്റ് വന്ന രോമാഞ്ച സുഖം അത് ഒരു ഒന്നൊന്നര സുഖമായിരുന്നു. അതെ. അങ്ങനെ കുറേ ഇടങ്ങൾ വളരെ അതിമനോഹരമായിട്ട് എന്നെ മോള് പാടി. താങ്ക് യു. പിന്നെ ഈ ആരാരും കേൾക്കാ കഥ പറയോ എന്ന് പാടിക്കും. മോൾ എങ്ങനെയാ പാടുന്നത്? ആരാരും ആരാരും കേൾക്കാ കഥ. അതാണ് ആരാരും കേൾക്കാ ആരാരും കേൾക്കാ കഥ പറയൂ. ആരാരും കേൾക്കാ കഥ അതില്ലാന്നാണ് പറയണേ. അങ്ങനൊന്ന് പറയൂ കഥ പറയൂ കഥ പറ. അത് ഒരു അതിന്റെ കഥ പറയൂ കഥ പറയൂ പറയൂ ഒരു ഫീല്. പറയൂ കഥ പറയൂ കഥ പറയൂ കഥ പറയൂ. അത്. പിന്നെ ഈ മതം കൊണ്ട ഗന്ധം എങ്ങനെയാ മോള് പാടി? മതം കൊണ്ട ഗന്ധം അത് കറക്റ്റായിട്ട് മതം കൊണ്ട ഗന്ധം വഴിയുന്ന മണ്ണിൽ മോഹങ്ങൾ വീണു. അവിടൊക്കെ മോള് ഒരുപാട് മൂക്ക് വരുന്നുണ്ട്. മതം കൊണ്ട ഗന്ധം വഴിയുന്ന മണ്ണിൽ മോഹങ്ങൾ വീണു. അത് അങ്ങനെ ആ അക്ഷരം കൃത്യമാണ്. മോള് പഠിച്ചതിന്റെ കുറച്ച് വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. ടോട്ടലായിട്ട് നന്നായിരുന്നു കേട്ടോ മോളെ. താങ്ക് യു. ഓക്കെ. കുറിഞ്ഞി, എന്തോ എനിക്ക് കുറിഞ്ഞിയുടെ അനുപല്ലവി ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. പിന്നെ അത് കഴിഞ്ഞ് അവസാനത്തെ പല്ലവിയും, ഇത് രണ്ടും വലിയ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ചരണം മാത്രം കുറച്ച് മോള് ടയർഡായി. ഫസ്റ്റ് പല്ലവി ചൂടായില്ല, അത് കഴിഞ്ഞ് അനുപല്ലവിയപ്പോ ശരിക്കും ഗ്രിപ്പ് കിട്ടി പാട്ടിനോട്. ചരണമായപ്പോ കുറച്ച് ടയർഡായി. പിന്നെ അത് കഴിഞ്ഞ ലാസ്റ്റ് പല്ലവി ഉഗ്രനായിട്ട് പാടി. ഇവര് പറഞ്ഞു തരണൊക്കെ പഠിക്കണം ഇവിടെ. അത് എത്ര ഹെൽപ്പ് ചെയ്യുന്നറിയാമോ മോളെ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. ഇനിയും നല്ലതാവാം. ഇതൊക്കെ മോളുടെ പാട്ടില് കൊണ്ടുവന്ന ഇനിയും മനസ്സിലായിട്ട് പാടാട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റെയിൻബോ ബേബി എന്തോ നന്നായിട്ടുണ്ട്. താങ്ക് യു. പാട്ട് നന്നായിരുന്നു, ഉഗ്രനായിരുന്നു. ഓക്കെ, താങ്ക് യു. ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അനുപല്ലവി നല്ല ഭംഗിയായിട്ട് മോള് പാടി. താങ്ക് യു. അതുപോലെ ചരണത്തിലെ രോമാഞ്ച സുഖമറിഞ്ഞു. എങ്ങനെയായിരുന്നു? ആഹാ. സുഖമറിഞ്ഞു. യെസ്, വെരി ഗുഡ്. സൂപ്പർ. സു സു അല്ല സു സു സുഖം സുഖമറിഞ്ഞു. യെസ്, വെരി ഗുഡ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഉഗ്രനായിട്ടുണ്ട്. മിടിക്കുകയാണ്. പറഞ്ഞു കൊടുത്തത് അങ്ങനെ തന്നെ ഗ്രാസ്പ് ചെയ്ത് തിരിച്ച് പാടി തരുന്നുണ്ട്. അത് വളരെ വലിയ കാര്യമാണ് കേട്ടോ. താങ്ക് യു. ഉഗ്രനായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ്. അപ്പൊ കുറിഞ്ഞി, ഇന്ന് ഞങ്ങൾ തരുന്ന മാർക്ക് 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആടി ഒരു അമ്മ പൂക്കുറ്റി. താങ്ക് യു. മൊത്തം അമ്മയാണ്. അതെ, സർവം അമ്മമാർ. എന്നാ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ടാറ്റാ. ടാറ്റാ. അപ്പൊ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ അതിമനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.